കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ദുബായ് വരെയാണ് നമ്മൾ കഴിഞ്ഞ തവണ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോമിലാണ്. റോം ഇറ്റലിയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ FAO. അടുത്തത് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗിലാണ്. ഹേഗ് നെതർലാൻഡ് ആണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് നെതർലാൻഡ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ആണെങ്കിൽ ലോസെയ്ൻ സ്വിറ്റ്സർലാൻഡ് ആണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഫിഫ, ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ അസോസിയേഷൻ. ഫിഫ സൂറിച്ച് സ്വിറ്റ്സർലാൻഡ് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ റോം ഇറ്റലി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഹേഗ് നെതർലാൻഡ്, ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC ലോസെയ്ൻ സ്വിറ്റ്സർലാൻഡ്, ഫിഫ സൂറിച്ച് സ്വിറ്റ്സർലാൻഡ്. ഇത്രയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അടുത്തത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. അടുത്തത് ബിംസ്റ്റെക് ഇമ്പോർട്ടൻ്റ് ആണ്. ധാക്ക ബംഗ്ലാദേശ്. ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ചില സമയത്ത് ഇതിനകത്തെ ഫുൾ ഫോം എന്താണ്, S സ്റ്റാൻഡ്സ് ഫോർ അല്ലെ T സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ, ധാക്ക ബംഗ്ലാദേശ്. അടുത്തത് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. അത് മോൺട്രിയൽ കാനഡയാണ്. മോൺട്രിയൽ കാനഡ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, പല എക്സാമിനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് ഈസ് ബേസൽ സ്വിറ്റ്സർലാൻഡ് ആണ്. ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ് BIS. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ